بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله ما شاء الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم، سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى أمة سيدنا محمد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ബീരാൻ ഉസ്താദ്, അതുപോലെ തന്നെ സാദി ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ,
പ്രിയമുള്ള രക്ഷിതാക്കൾ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, എൻ്റെ പ്രിയമുള്ള മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിക്കൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു സംഗമമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈ സംഗമത്തിൻ്റെ ലക്ഷ്യം അല്ലാഹു പരിപൂർണതയിലും റാഹത്തിലും എത്തിച്ച് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇങ്ങനെയൊരു സദസ്സ് ദിവസങ്ങൾ ഇങ്ങനെ ഇവിടെ നീണ്ടു നിൽക്കാൻ ആരെല്ലാം പ്രയത്നിച്ചുവോ പരിശ്രമിച്ചുവോ അവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഇതുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അസ്ഹാബുൽ ബദരീങ്ങളെ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സയ്യിദ് അവറുകൾ നമ്മുടെ പരിസരത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആമുഖം സുദീർഘമാക്കാതെ ചെറിയൊരു വിഷയം മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കും. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്, കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം? അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. സയ്യിദുനാ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അരികിൽ വരികയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അരികിൽ വന്ന അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറയുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അല്ലയോ അസ്റായീൽ, എന്തേ ഈ സമയത്തൊരു വരവ്? എൻ്റെ അവധി എടുത്തിട്ടുണ്ടോ? ഈ ദുനിയാവിൽ നിന്ന് രാജാതിരാജനായ അല്ലാഹ്, ഖാലിഖായ റാസിഖായ അല്ലാഹുവിൻ്റെ സവിധത്തിലേക്ക് യാത്ര തിരിക്കാനുള്ള സമയമായിട്ടുണ്ടോ? എന്തേ നിങ്ങൾ വന്നു? ആ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഞാൻ അവിടത്തോടൊന്ന് സലാം പറയാമെന്ന് കരുതി മാത്രം വന്നതാണ്. അങ്ങയുടെ യാത്രയ്ക്കുള്ള സമയമായിട്ട് വന്നതല്ല. ഈ ഭൂലോകത്ത് നിന്ന് അങ്ങ് ആഖിറമാകുന്ന ലോകത്തേക്ക് യാത്ര തിരിക്കാനുള്ള സമയമായി എന്നറിയിക്കാൻ വേണ്ടി വന്നതല്ല. മറിച്ച് നബിയെ, അങ്ങയോടൊന്ന് സലാം പറയണം എന്ന ലക്ഷ്യത്തോടുകൂടെ വന്നതാണ്. സലാം പറഞ്ഞുകൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിട പറയാനൊരുങ്ങുമ്പോ സയ്യിദുനാ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്നതാ അസ്റായീലിനോട് പറയുകയാണല്ലയോ അസ്റായീൽ, എൻ്റെ റൂഹ് ഈ ലോകത്തോട് വിട പറയുന്നതിൻ്റെ മുമ്പ് ഞാനും നിങ്ങളും ഏതായാലും ഒന്ന് സംഗമിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സംഗമം ഞാൻ അന്ന് മുതലെടുക്കുകയാണ്. ഈ ഭൂലോകത്തോട് ഞാൻ വിട പറയുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് ഇവിടെ നിന്ന് ഞാൻ യാത്രയാവാനായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാൻ റബ്ബിൻ്റെ കോടതിയിലേക്ക് പോവാനായിട്ടുണ്ട് എന്നറിയിക്കുന്ന ഒരു 3 ദൂതന്മാരെ നിങ്ങളൊന്ന് പറഞ്ഞേക്കുമോ? ഒന്നാമത്തെ ദൂതൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഞാൻ മനസ്സിലാക്കും അസ്റായീൽ വരാനായിട്ടുണ്ട്, ഈ ലോകത്തോട് വിട പറയാനായിട്ടുണ്ട്. രണ്ടാമത്തെ ദൂതൻ വരുമ്പോ ഞാൻ മനസ്സിലാക്കും ഇതാ അസ്റായീൽ വൈകാതെ എത്തും. മൂന്നാമത്തെ ദൂതനും എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോ ഞാൻ അങ്ങ് ഉറപ്പിക്കും ഇനി എനിക്ക് സമയമില്ലെന്ന്. എനിക്കൊരുങ്ങാമല്ലോ, നിങ്ങളെ കാത്തിരിക്കാമല്ലോ. അങ്ങനെ ഒരു സൗകര്യം നിങ്ങൾ എനിക്ക് ചെയ്തു തരുമോ? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്നതാ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, അല്ലയോ നബിയേ, 3 ദൂതന്മാരും ഈ ലോകത്തോട് അങ്ങ് വിട പറയാനായിട്ടുണ്ട് എന്നറിയിക്കുന്ന 3 ദൂതന്മാർ അങ്ങയുടെ അരികിലേക്ക് വരാതെ ഞാനിനി അങ്ങയെ കണ്ടുമുട്ടുകയില്ല, അങ്ങയുടെ റൂഹ് പിടിക്കാൻ വരികയില്ല. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട്, ആ കരാർ ഉറപ്പ് കൊടുത്തുകൊണ്ട് ആ പ്രവാചകനോട് സലാം ചൊല്ലി പിരിയുകയാണ്. ഈമാനുള്ള എൻ്റെ ഉമ്മ,
എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, വലിയ ഗൗരവത്തോടുകൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വളരെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അസ്റായീൽ അലൈഹിസ്സലാം വീണ്ടും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അരികിൽ വന്ന് സലാം പറയുമ്പോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കാൻ, അല്ലയോ അസ്റായീൽ, മുമ്പ് ഞാനും നിങ്ങളും കണ്ടതുപോലെ എന്നോട് സലാം പറഞ്ഞ് പിരിയാൻ വേണ്ടി വന്നതാണോ നിങ്ങള്? അതല്ല, എൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാണോ? റൂഹ് പിടിക്കാനാണെങ്കിൽ നമ്മൾ തമ്മിലൊരു കരാറുണ്ട്, ആ കരാറ് നിങ്ങൾ പാലിച്ചിട്ടില്ലല്ലോ. അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, മുമ്പ് ഞാൻ നിങ്ങൾ അരികിൽ വന്ന് സലാം പറഞ്ഞതുപോലെ സലാം പറഞ്ഞ് പിരിയാൻ വന്നതല്ല, മറിച്ച് ഞാൻ അങ്ങയുടെ അരികിലേക്ക് വന്നിട്ടുള്ളത് യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്തേക്ക് അങ്ങേക്കൊരുക്കിയതായ സുഖസൗകര്യങ്ങൾ യഥേഷ്ടം ഉപയോഗിച്ച് അത് നിർത്തലാക്കാനുള്ള സമയമായിട്ടുണ്ട്, യജമാനന്റെ സവിധത്തിലേക്ക് യാത്ര തിരിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്ന് അങ്ങയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നബിയെ, ഇതാ സമയമായിട്ടുണ്ട്, യാത്രക്കുള്ള സമയമായിട്ടുണ്ട്. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അവിടുത്തെ റൂഹ് പിടിക്കാൻ യജമാനനായ അല്ലാഹ് ചൊല്ലിക്കേ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ചൊല്ലി, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. യജമാനനായ അല്ലാഹ്, ആ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സവിധത്തിലേക്ക് അങ്ങയുടെ റൂഹ് പിടിക്കാൻ യജമാനനായ റബ്ബ് അങ്ങയുടെ സമ്മതം, അവിടുത്തെ സമ്മതം കിട്ടിയാൽ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അസ്റായീൽ അലൈഹിസ്സലാമിനോട് യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്, അല്ലയോ അസ്റായീൽ, നമ്മൾ തമ്മിലൊരു കരാറില്ലയോ? എന്റെ മരണം അടുക്കാനായിട്ടുണ്ട് എന്നറിയിക്കുന്ന 3 ദൂതന്മാരെൻ്റെ അരികിൽ വരാതെ എൻ്റെ റൂഹ് പിടിക്കില്ല എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലയോ? എവിടെ എൻ്റെ ദൂതന്മാരെവിടെ? യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലയോ നബിയേ, 3 ദൂതന്മാരും അവിടത്തെ അരികിൽ വന്നിട്ടുണ്ടല്ലോ. സഹോദരന്മാരെ, മഹാനായ പ്രവാചകൻ അറിയാത്തത് കൊണ്ടല്ല, എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടിയാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നത്. അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്ന, അസ്റായീൽ എവിടെ? എൻ്റെ 1-ാമത്തെ ദൂതനെവിടെ? ഞാൻ ഈ ലോകത്തോട് വിട പറയാനായി തുടങ്ങിയെന്നറിയിക്കുന്ന എൻ്റെ 1-ാമത്തെ ദൂതൻ എവിടെ? അടയാളം എവിടെയെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് അസ്റായീൽ പറയുന്നു, നബിയേ, അവിടുത്തെ തലയിലെ രോമങ്ങള്, മുടികള് എന്തൊരു കറുത്ത മുടികളായിരുന്നു, എന്തൊരു കറുപ്പായിരുന്നു അവിടുത്തെ താടി രോമങ്ങൾക്ക്, എന്ത് കറുപ്പായിരുന്നു അവിടുത്തെ തലയിലെ മുടികൾക്ക്. പ്രവാചകരെ, എന്തു പറ്റി ഈ തലയിലെ രോമങ്ങൾ നിറച്ചത് കണ്ടില്ലേ? അവിടുത്തെ താടി രോമങ്ങൾക്ക് നിറവ്യത്യാസം വന്നില്ലേ പ്രവാചകരെ? 1-ാമത്തെ അടയാളം അത് തന്നെയാൻ. ഈ ലോകത്തോട് അവിടുന്ന് വിട പറയാൻ അടുത്തായി തുടങ്ങി എന്നതിൻ്റെ 1-ാമത്തെ അടയാളം അവിടുത്തെ ശരീരത്തിലെ രോമങ്ങൾക്ക്, മുടികൾക്ക് നിറവ്യത്യാസം വന്നതാണ് നബിയേ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്, എങ്കിലിരിക്കട്ടെ, 1-ാമത്തെ അടയാളം എൻ്റെ താടി രോമങ്ങൾ, എൻ്റെ തലരോമങ്ങൾ നരച്ചതാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ മരണത്തോടടുത്തിട്ടുണ്ട് എന്നറിയിക്കുന്ന എൻ്റെ 2-ാമത്തെ ദൂതൻ എവിടെയാണ്? യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഓ നബിയേ, ഓ നബിയേ,
അവിടുത്തെ നല്ല പവറുള്ള ആളായിരുന്നുവല്ലോ, നല്ല പവറുള്ള, നല്ല ഗെറ്റപ്പുള്ള, നല്ല പവറുള്ള ആളായിരുന്നല്ലോ. ആരടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറയാൻ പറ്റും വിധം നെഞ്ചി വിരിച്ചു നിൽക്കുന്ന നല്ല പവറുള്ള ശരീരമായിരുന്നല്ലോ. അല്ലയോ പ്രവാചകനെ, നല്ല മിനുമിനുത്ത, നല്ല കൊഴുകൊഴുപ്പുള്ള, തൊട്ടാൽ നല്ല മൃദുലമുള്ള സുന്ദരമായ തൊലികളായിരുന്നല്ലോ അവിടുത്തെ ശരീരത്തിൽ. നബിയേ, ഈ ശരീരത്തിലെ തൊലികൾക്കെല്ലാം ചുളിവ് വന്നു പോയല്ലോ. ആദ്യത്തെ പോലെയുള്ള മൃദുലത നഷ്ടപ്പെട്ടു പോയി, ഞരമ്പുകളെല്ലാം പുറത്തേക്ക് വന്നുപോയി. അതേ മുഖത്തുള്ളതായ മാംസങ്ങളും മറ്റും താഴേക്ക് നീങ്ങിക്കൊണ്ട് ചുളിവ് വന്നുപോയി, കുഴികൾ വന്നുപോയി. മുഖത്തും ശരീരത്തിലുമുള്ള തൊലികള് ചുളിഞ്ഞു പോയല്ലോ. ആ മെനുസവും മൃദുലതയും നഷ്ടപ്പെട്ടു പോയല്ലോ. ഇതുതന്നെയാണ് അവിടെ നിന്ന് ഈ ലോകത്തോട് വിട പറയാനായിട്ടുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന രണ്ടാമത്തെ അടയാളം. അസ്റായീൽ അലൈഹിസ്സലാമിനോടതാ അവിടുന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, ശരി, എൻ്റെ ഒന്നാമത്തെ അടയാളം എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ നിരക്കലാണെങ്കിൽ, രണ്ടാമത്തെ അടയാളം എൻ്റെ ശരീരത്തിലെ തൊലികൾക്ക് വന്ന ചുക്കിച്ചുളിയലാണെങ്കിൽ, മൂന്നാമത്തെ അടയാളം എവിടെ? ഏറ്റവും കൂടുതൽ ഖാലിഖായ റാസിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞാൻ അടുക്കാനായിട്ടുണ്ട്, ഈ ലോകത്തോട് വിട പറയാനായിട്ടുണ്ട് എന്നറിയിക്കുന്ന എൻ്റെ മൂന്നാമത്തെ അടയാളം എവിടെ? അവിടുന്നതായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയെ, നീണ്ടു നിവർന്നു നിന്നിരുന്ന ശരീരമല്ലേ, നല്ല പവറുള്ള ബോഡിയായിരുന്നില്ലേ? നോക്കൂ, അവിടുത്തെ ശരീരത്തിന് ചെറിയ വളവ് വന്ന് തുടങ്ങിയല്ലോ. ശരീരത്തിൽ വന്ന ഈ വളവ് തന്നെയാണ്, ഈ ഒടിച്ചിൽ തന്നെയാണ് അവസാനത്തെ അടയാളം. ഇതിങ്ങനെ കൂടിക്കൂടി താഴേക്ക് പോകും പ്രവാചകരെ. അതേ നീണ്ടു നിന്നിരുന്ന ഈ പവറുള്ള ശരീരം അതിങ്ങനെ താഴേക്ക് വളഞ്ഞു പോകുന്നുവല്ലോ. ശരീരത്തിൻ്റെ സ്വാധീനവും പവറും നഷ്ടപ്പെട്ടു തുടങ്ങിയില്ലേ? ഇതുതന്നെയാണ് മൂന്നാമത്തേതും അവസാനത്തേതുമായ അടയാളമെന്ന് പറയുമ്പോൾ, ഈമാനുള്ള എൻ്റെ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ആമുഖമായി ഞാൻ ഈ വിഷയം എൻ്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്, ഈമാനുള്ള എൻ്റെ സഹോദരാ, പുണ്യമായ വിശുദ്ധ റമദാനിൽ ഒരുപാട് രാപ്പകലുകൾ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞില്ലയോ? മുതലെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദുനിയാവിലെ ഓരോ ദിവസങ്ങളും ഇങ്ങനെ മുന്നോട്ട് പോയി. സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തോട് ഞാനും നിങ്ങളും വിട പറയാനുള്ള സമയം നമ്മിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് വരികയല്ലയോ? വല്ല ചിന്തയുമുണ്ടോ? മഹത്തുക്കളായ ആളുകൾ നമ്മളെ പഠിപ്പിച്ചില്ലയോ? മലദ്ദഹ്റു വൽ അയ്യാമു വദ്ദംബു ഹാസിലു വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു നഈമുക ഫിദ്ദുനിയാ ഗുറൂറു വഹസ്റതു വഐശുക ഫിദ്ദുനിയാ മുഹാലു വബാതിലു. മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചില്ലയോ? മലദ്ദഹ്റു വൽ അയ്യാമു വദ്ദംബു ഹാസിലു. രാപ്പകലുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വദ്ദംബു ഹാസിലു. പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ തെറ്റിൻ്റെ കൂമ്പാരങ്ങൾ ജീവിതത്തിൽ അതാ ഒരുപാട് ചെയ്തു
വെച്ചിട്ടുണ്ട്. ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുന്നില്ല. ഇന്നലകളിൽ, കഴിഞ്ഞ സെക്കൻഡുകളിൽ, കഴിഞ്ഞ മിനിറ്റുകളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ഒരുപാട് പേക്കൂത്തുകൾ ഖാലിഖായ റബ്ബ് പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ വന്നുവല്ലോ. പക്ഷേ ഒന്നും നമ്മൾ മൈൻഡ് വെക്കുന്നില്ല. മല്ലദ്ദഹ്റു വല്ലയ്യാമു വദ്ദംബു ഹാസിലൂ. ദിനരാത്രികൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞു തീരുമ്പോൾ പിറകിൽ ഒരുപാട് തെറ്റിൻ്റെ കൂമ്പാരമുണ്ട്. വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലൂ. മരണത്തിൻ്റെ ദൂതന്മാർ, മരണത്തിൻ്റെ അടയാളങ്ങൾ ചുറ്റിനും കിടന്ന് കളിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അയൽവാസിയായ ഫാത്തിമ മരണപ്പെട്ടിട്ടുണ്ട്. അയൽവാസിനിയായ ഖദീജയും സൈനബയും മരണപ്പെട്ടിട്ടുണ്ട്. അയൽവക്കക്കാരനായ മുഹമ്മദും അബൂബക്കറും മരണപ്പെട്ടിട്ടുണ്ട്. ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാരുണ്ട്, ഭാര്യമാരെ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാരുണ്ട്, മക്കൾ നഷ്ടപ്പെട്ട ഉമ്മമാരുണ്ട്, അയൽവാസികൾ മരിച്ച അയൽവാസികളുണ്ട്. ഇങ്ങനെ ചുറ്റിനും മരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൽ ഖൽബു ഗാഫിലൂ. അപ്പോഴും നമ്മൾ അശ്രദ്ധയിൽ തന്നെ. ഇനിയും ഒരുപാട് ജീവിക്കുമെന്ന തോന്നല്. അഹമ്മദും മുഹമ്മദും ഫാത്തിമയും മരണപ്പെട്ടപ്പോൾ അതിലൊന്നും നമ്മൾ പാഠം ഉൾക്കൊണ്ടില്ല. അരീക്കോട് നിന്ന് മഞ്ചേരിയിലേക്കുള്ള യാത്രയിൽ, അരീക്കോട് നിന്ന് മുക്കത്തിലേക്കോ കോഴിക്കോട്ടേക്കോ ഉള്ള യാത്രയിൽ ആ റോഡിൻ്റെ വീതിയിൽ എത്രയോ ആളുകൾ ആക്സിഡൻ്റായും മറ്റും മരണപ്പെട്ട വാർത്തകൾ കൺകളെ കൊണ്ട് കണ്ടു. നമ്മൾ വാർത്താ മീഡിയകളിലൂടെ അറിഞ്ഞു നമ്മൾ. പക്ഷേ അതിലെല്ലാം നമ്മളെന്താ ചെയ്തത്? പാവം, വല്ലാത്ത സങ്കടം എന്ന് പറഞ്ഞവർക്ക് പാവം സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നല്ലാതെ ഇന്നല്ലെങ്കിൽ നാളെ ഒരപകടത്തിൽ, അതല്ലെങ്കിൽ ഒരു അറ്റാക്ക് ആയിക്കൊണ്ട്, ഒരു ബ്ലോക്ക് വന്നുകൊണ്ട്, ഒരു രോഗം വന്നുകൊണ്ട്, അതല്ലെങ്കിൽ കുഴഞ്ഞു വീണുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഗതി കൊണ്ട് ഞാനും ഇതുപോലെ മരണപ്പെടാം എന്നൊരു ചിന്ത വരുന്നില്ലല്ലോ. അയൽവക്കക്കാരും കുടുംബങ്ങളും വേണ്ടപ്പെട്ടവരും മരിക്കുമ്പോൾ അവർക്കൊക്കെ പാവം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു എന്നല്ലാതെ ജീവിതത്തിൽ പാപികളായ നമുക്ക് യാതൊരു മാറ്റവുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇതുപോലെ പോകാനുള്ളതാണെന്ന ചിന്ത അത് നമ്മുടെ മനസ്സിലില്ലല്ലോ. വൽ ഖൽബു ഗാഫിലൂ. അശ്രദ്ധയിലല്ലേ നമ്മൾ? തോന്നിയതുപോലെ ജീവിക്കുകയല്ലേ നമ്മൾ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞ അടയാളങ്ങൾ നോക്കൂ നിങ്ങൾ. ഇതിൽ പലതും നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെട്ടില്ലയോ? ഒന്നാമത് പറഞ്ഞ അടയാളം നിരയല്ലയോ? വന്നില്ലേ മുഅ്മിനീങ്ങളെ, ശരീരത്തിൽ നമുക്ക് ചുളിവുകൾ വീഴുന്ന രംഗം പറഞ്ഞുവല്ലോ. വന്നില്ലേ നമ്മുടെ ശരീരത്തിലെ ശരീരം ഇങ്ങനെ മുന്നോട്ട് വളഞ്ഞു തുടങ്ങുന്നു എന്നടയാളം പറഞ്ഞുവല്ലോ. വന്നല്ലോ നമ്മുടെ ജീവിതത്തിൽ. എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നു, എന്തെല്ലാം അടയാളങ്ങൾ നമ്മുടെ ചുറ്റിന് വന്നു. പക്ഷേ നമുക്ക് പ്രശ്നമില്ല, ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്ന തോതിലല്ലേ നമ്മുടെ ജീവിതം. നമ്മളോട് മഹാന്മാര് പറയാണ്, മനുഷ്യ നഈമുക ഫിദ്ദുനിയാ ഗുറൂറു വഹസ്റതു വഐശുക ഫിദ്ദുനിയാ മുഹാലു വബാതിലു. ദുനിയാവിൽ നിനക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളുണ്ടല്ലോ,
നിന്റെ വീടും നിന്റെ കാറും നിന്റെ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളുണ്ടല്ലോ, നിന്റെ സമ്പാദ്യമുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, എല്ലാ അനുഗ്രഹങ്ങളും, ഈ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് നീ നല്ല ഉഷാറാണെന്ന ചിന്ത നിനക്ക് വേണ്ട. ഇതെല്ലാം കണ്ട് നീ നെകളിപ്പോടുകൂടെ ദുനിയാവിൽ നടക്കണ്ട. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഖാല അല്ലാഹു അസ്സ വജൽ. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാ നമ്മളോട് പറയുന്നേ, ഈ ദുനിയാവിലെ ചരക്കുകളൊക്കെ നമ്മളെ ചതിയിൽ വീഴ്ത്തും, നമ്മളെ ചതിക്കുമെന്നുള്ളത് ഇതിൻ്റെ എല്ലാം ഖാലിഖായ റാസിഖായ റബ്ബാ നമ്മളോട് പറയുന്നത്. നഈമുക ഫിദ്ദുനിയാ ഗുറൂറു വഹസ്റതു. നിന്റെ വീട് കണ്ട് നീ നെകളിപ്പ് കാണിക്കണ്ട. നിന്റെ വീടിനേക്കാളും പത്രാസും പവറുമുള്ള കൊട്ടാരങ്ങളിൽ കഴിഞ്ഞിരുന്നവർ ഇന്ന് 6 അടി മണ്ണിലാണടോ. നിന്റെ വാഹനത്തിന്റെ പവർ കണ്ടും നിന്റെ സമ്പാദ്യത്തിന്റെ പവർ കണ്ടും നിന്റെ മക്കളുടെ സൗകര്യങ്ങൾ കണ്ടു നീ നെകളിപ്പ് കാണിക്കണ്ട. നിന്നെക്കാൾ കൂടുതൽ സമ്പാദ്യമുണ്ടായിരുന്നവർ, നിന്നെക്കാൾ കൂടുതൽ മക്കളുടെ ബലമുണ്ടായിരുന്നവർ പലരും ഇന്ന് 6 അടി മണ്ണിലാണ്. ഈ ദുനിയാവിൽ നിന്ന് കോടാനക്കോടി സമ്പാദ്യമുണ്ടായിരുന്ന അവരൊക്കെ പോയത് വെറും പച്ച മണ്ണിലേക്കാണ്. നാട്ടിൽ ഏറ്റവും വില കുറഞ്ഞു കിട്ടുന്ന 3 വെള്ളത്തുണിയും കൊണ്ടാണ് അവരൊക്കെ പോയത്. അതുകൊണ്ട് തന്നെ നീ ഇതിൽ വഞ്ചിതനായി പോവണ്ട കേട്ടോ. വഅയ്ശൂക ഫിദ്ദുനിയാ മുഹാലു വബാതിലു. ദുനിയാവിലെ നിന്റെ ഈ ജീവിതം ഏത് നിമിഷവും പൊളിഞ്ഞു വീഴുന്നതാണ്, ഏത് നിമിഷവും തകർന്നു പോകുന്നതാണ്. ഇതൊന്ന് മനസ്സിലാക്കാൻ നീ നിന്റെ വീടിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ മതി. നിന്റെ ഉപ്പ എവിടെയാ? വീടിന്റെ ഉള്ളിലുണ്ടോ? നിന്റെ ഉമ്മ എവിടെയാ? നിന്റെ വല്യപ്പ എവിടെയാ? വല്യമ്മ എവിടെയാ? നിന്റെ അയൽവക്കത്തെ വീട്ടിലേക്കൊന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന പലരും ഇന്ന് ആ വീട്ടിലില്ലല്ലോ. അതേ നിന്റെ കുടുംബത്തിലേക്കും നിന്റെ ബന്ധുക്കളിലേക്കും നീ ഒന്ന് നോക്കിയാൽ മതി. നിന്റെ നാട്ടുകാരിലേക്ക് നീ ഒന്ന് നോക്കിയാൽ മതി. ഒന്നും വേണ്ട, രാവിലെ പ്രഭാതത്തിൽ നിന്റെ വീട്ടിലേക്ക് വരുന്ന സിറാജ് പത്രം എന്നെടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ചരമകോളമെന്ന് നോക്കിക്കോ. ഒരു ദിവസവും ചരമകോളത്തിൽ വാർത്തയില്ലാത്ത ദിവസങ്ങളില്ലല്ലോ. അവരൊക്കെ നിന്നെ പോലെ ഹാജിയമാരായിരുന്നു, ഹജ്ജുമ്മമാരായിരുന്നു, വലിയ പവറും പത്രാസുമുള്ള ആളുകളായിരുന്നു. പക്ഷേ അവർ 6 അടി മണ്ണിലേക്ക് യാത്രയായി പോയി. ആ യാത്ര നിനക്ക് റാഹത്താവണ്ടേ സഹോദരാ? അതിന് നീ ദുനിയാവിൽ മതിമറക്കണ്ട. ദുനിയാവിലെ പളപളപ്പിൽ നീ മതിമറക്കണ്ട. ആഖിറമാകുന്ന ലോകം നിനക്ക് തരണം ചെയ്യാനുണ്ട് എന്ന ബോധ്യം നിനക്ക് എപ്പോഴും വേണം. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഷഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, മോനെ ദുനിയാവിൽ നീ ജീവിക്കുമ്പോ 4 ലക്ഷണം നിന്റെ ജീവിതത്തിലുണ്ടോ? അത് നീ ശ്രദ്ധിക്കണേ, പേടിക്കണേ. ഈ 4 കാര്യം നിന്റെ ജീവിതത്തിലുണ്ടായാൽ ആഖിറമാകുന്ന ലോകത്ത് നീ പരാജയാണെന്നതിൻ്റെ ലക്ഷണമാണ്. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 1ാമത്തെ അടയാളം എന്താണെന്നറിയോ? ദുനിയാവിൽ വീട് കണ്ട്, ദുനിയാവിൽ കാറ് കണ്ട്, ദുനിയാവിൽ സമ്പാദ്യം കണ്ട്, ദുനിയാവിൽ മക്കളെ പവർ കണ്ട് വഞ്ചിതരായി പോകുന്ന നമ്മൾ ആരെയും പേടിയില്ലാതെ, ഒരാളെയും വകവെക്കാതെ തോന്നിയതുപോലെ മുന്നോട്ട് ഗമിക്കാനാണ് നമ്മുടെ ഭാവമെങ്കിൽ ഹബീബായ
ഹബീബായ റസൂലുള്ള നമ്മളോട് പറയാ, മോനെ 4 ലക്ഷണം നിന്റെ ജീവിതത്തിലുണ്ടോ, ആഖിറമാകുന്ന ലോകത്ത് നീ പരാജയാണെന്നതിന്റെ തെളിവാൻ. അതിലൊന്നാമത്തത് മുത്തുനബി എന്താ പഠിപ്പിച്ചെന്നറിയോ നിങ്ങൾ? നിസിയാനുദ്ദുനൂബിൽ മാദിയ വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ. അതേ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നുപോയി. ആ തെറ്റുകളെല്ലാം ഈസിയായി നീ മറന്നു പോകുന്നു. ഇന്നലകളിൽ നീ നിന്റെ ഉമ്മയോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട്, നിനക്ക് പ്രശ്നമല്ല, നീ മറന്നുപോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ ബാപ്പയോട് നീ മര്യാദക്കേടായി സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ നിനക്കത് വിഷയമല്ല. നിന്റെ അയൽവാസിയോട് നീ തെറ്റിയിട്ടുണ്ട്, നിന്റെ കുടുംബങ്ങളോട് നീ ബന്ധം മുറിച്ചിട്ടുണ്ട്, അതൊന്നുമേ നിനക്ക് വിഷയമല്ല. നിസിയാനുദ്ദുനൂബിൽ മാദിയ, കഴിഞ്ഞ കാലങ്ങളിൽ നീ ചെയ്തു പോയ തെറ്റുകളൊക്കെ മറന്നുപോയി. പക്ഷേ ഈ തെറ്റിന്റെ അവസ്ഥ എന്താണെന്നറിയോ നിനക്ക്? നീ മറന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ, ഖാലിഖായ റാസിഖായ അല്ലാഹുവിന്റെ ഭാഗത്ത് അത് മുഴുവനും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നീ മറന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോനെ, അതൊക്കെ അല്ലാഹുവിന്റെ കോർട്ടിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വള്ളി വ്യത്യാസമില്ലാതെ യജമാനന്റെ കോടതിയിൽ നീ കണക്ക് പറയേണ്ടി വരും. ഒന്നും റബ്ബ് വെറുതെ വിടൂല്ല. നിന്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചു, നിന്റെ ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു, നിന്റെ സമ്പാദ്യം എങ്ങനെ ചെലവഴിച്ചു, നിന്റെ അറിവ് നീ എങ്ങനെ ഉപയോഗപ്പെടുത്തി, ഇതെല്ലാം അണുമണി തൂക്കം വ്യത്യാസമില്ലാതെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയാതെ ഒരാൾക്കും ചലിക്കാൻ സാധ്യമല്ല. സഹോദരന്മാരെ, നമ്മുടെ ധൈര്യം നോക്ക് നിങ്ങളാ. എന്തൊരു ധൈര്യമാണ് നമുക്ക്. ഉമ്മയോട് കയർത്ത് സംസാരിച്ച് നമ്മുടെ മനസ്സിൽ ബേജാറില്ല. ഭാര്യയോട് മോശമായി പെരുമാറിയ നമ്മുടെ മനസ്സിൽ ബേജാറില്ല. ഭർത്താവിനോട് മോശമായി പെരുമാറിയ പെണ്ണിന് മനസ്സിൽ ബേജാറില്ല. ഈ ഭർത്താവിന്റെ പൊരുത്തമാണ് എൻ്റെ സ്വർഗം എന്നുള്ളത് ആ സഹോദരി മറന്നു പോവുകയാണ്. ഈ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് എൻ്റെ സ്വർഗം എന്നുള്ളത് ആ മകൻ മറന്നു പോവുകയാണ്. അയൽവാസികളോട് നല്ല വിധത്തിൽ പെരുമാറണം. അതൊരു കാഫിറാണെങ്കിൽ പോലും അവനെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളല്ലേ നമ്മൾ. പക്ഷേ അയൽവാക്കക്കാരോട് പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് യാതൊരു മടിയുമില്ല. അതിര് തർക്കം നമുക്ക് വിഷയമല്ല. മറ്റുള്ളതായ വിഷയങ്ങളിൽ കച്ചറ കൂടുന്നത് നമുക്കൊരു വിഷയമേ അല്ല. എല്ലാ തെറ്റുകളും നമുക്ക് നെവർ മൈൻഡാണ്. ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ മറക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരു ധൈര്യം തന്നെയല്ലേ. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ, നിന്റെ റബ്ബിന്റെ ശിക്ഷ അതവൻ നടപ്പിലാക്കും എന്നുള്ള ചെറിയൊരായത്തിന്റെ ശകലം ഇത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു വാഹനപ്പുറത്തിരിക്കുന്ന സമയത്താണ് ഈ ആയത്ത് കേൾക്കുന്നത്. അല്ലാഹുവിന്റെ അദാബ് എന്നങ്ങ് കേട്ടപ്പോ ആ വാഹനപ്പുറത്തിരിക്കുന്ന മഹാനവറുകൾ പേടിച്ച് വിറച്ച് താഴെ വീണു എന്ന് മാത്രമല്ല, 1 മാസക്കാലം പനിച്ച് വിറച്ച് കിടന്നുപോയി. ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ അല്ലയോ? ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ അല്ലയോ? തുടക്കത്തിൽ നമ്മളൊന്ന് തവസ്സുൽ ചെയ്തുകൊണ്ട് ബറക്കത്തിന് വേണ്ടി നമ്മൾ പാടിയില്ലേ? തുമ്മരിളാ അൻ അബീ ബക്കരി വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാൻ ദിൽ കറബി സഅദ് സഈദ് സുബൈർ طلحة وأبي عبيدة وابن عوف بن عاشر الكرم جل مولاي
على حبيبك خير الخلق كلهم أشرف الورى محمد رسول الله عمر في الجنة ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗത്തിന്റെ ടിക്കറ്റ് കൊടുത്ത മഹാനായ ഇസ്ലാമിന്റെ ഖലീഫയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ തങ്ങളാണ് റബ്ബിന്റെ അദാബ് ആലോചിച്ചുകൊണ്ട് പേടിച്ച് വിറച്ച് താഴെ വീടുകൊണ്ട് പനിച്ചു കിടന്നതെങ്കിൽ ഈമാനുള്ള എൻ്റെ മുഅ്മിനെ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഹറാമ് കണ്ട് ഹറാമ് സംസാരിച്ച് ഹറാമ് കേട്ട് ഹറാമുമായി കൂട്ടുകൂടി ജീവിച്ച് യാതൊരു പേടിയും പാപിയായ എനിക്കില്ലല്ലോ, സാധുക്കളായ നമുക്കില്ലല്ലോ. നമ്മൾ എവിടെ കിടക്കുന്നു, യാതൊരു ബേജാറും നമുക്കില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ സഅദ് തങ്ങളെ, ഞാൻ നിങ്ങളൊരു വിഷയം ഓർമ്മപ്പെടുത്തട്ടെയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ഉപദേശിക്കുകയാണ്, നല്ല വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് വഅദ് എന്നറിയോ? സഅദ് തങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ തങ്ങളെ, എന്ത് വിഷയമാണ്? ഉമർ തങ്ങൾ പറയാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഅദ് തങ്ങളെ. ജീവിതത്തിൽ നമ്മുടെ പിതാമഹനായ വല്ലിപ്പയായ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തില് നമ്മുടെ വല്യമ്മയായ ഹവ്വ ബീവി റളിയല്ലാഹു അൻഹയോടുകൂടെ സുഖസുന്ദരമായി ജീവിക്കുകയായിരുന്നില്ലേ? അങ്ങനെ ആ സ്വർഗത്തിന്റെ ആഡംബരത്തില്, നല്ല സുഖത്തില്, നല്ല സന്തോഷത്തില് അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ആ സുന്ദരമായ സ്വർഗത്തില് നമ്മുടെ വല്ലിപ്പയും വല്യമ്മയും സുഖസുന്ദരമായി ജീവിക്കുമ്പോ യജമാനനായ റബ്ബ് പറഞ്ഞില്ലേ, ഈ മരത്തിൽ നിന്ന് മാത്രം നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. ഒരു മരത്തിൽ നിന്ന് അവർക്ക് കനിയങ്ങ് വിലക്കുകയാണ്, പഴമങ്ങ് വിലക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ നമ്മുടെ പിതാവ് വല്ലിപ്പ ആ മരത്തിൽ ഇബ്ലീസിന്റെ കെണിയിൽപ്പെട്ടിട്ട് അതിൽ നിന്നൊരു പഴം ഭക്ഷിച്ചു എന്ന കാരണം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തായില്ലേ? റബ്ബ് പറഞ്ഞില്ലേ വല്ലിപ്പയോടും വല്യമ്മയോടും, ഇഹ്ബിതാ മിൻഹാ ജമീആ, രണ്ടാളും പുറത്തു വെക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരമ്പരയെ തന്നെ നമ്മുടെ വല്ലിപ്പയെയും വല്യമ്മയെയും അവിടുന്ന് പുറത്താക്കിയില്ലേ? യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല അരുതെന്ന് പറഞ്ഞ ഒരു സംഗതി ആകെ ഒറ്റ പ്രാവശ്യമല്ലേ വല്ലിപ്പാന്റെ ഭാഗത്ത് വന്നിട്ടുള്ളൂ. സ്വർഗത്തുനിന്ന് പുറത്തായില്ലേ? ഓ സഅദ് തങ്ങളെ, ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ആരാ ഇബ്ലീസ്? സഅദ് തങ്ങളെ മാലാഖമാരെ ഉസ്താദായിരുന്നില്ലേ? ഇബ്ലീസ് സുജൂദ് ചെയ്യാത്തൊരിടം ആകാശ ലോകത്തില്ലല്ലോ. അത്രത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് സുജൂദ് കണ്ടു നിറച്ചതായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരൊറ്റ സുജൂദല്ലേ ഒഴിവാക്കിയത്? അതും റബ്ബിന്റെ മുമ്പിലുള്ള സുജൂദല്ലല്ലോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ യജമാനനായ അല്ലാഹ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന നമ്മുടെ പിതാമഹന്റെ മുമ്പിൽ ഒരൊറ്റ സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് പറഞ്ഞപ്പോ അത്രയും കാലം ആകാശലോകം മുഴുവനും സുജൂദ് കൊണ്ട് നിറച്ച, മാലാഖമാർക്ക് അറിവ് കൊണ്ട് നിറച്ചു കൊടുത്ത ഇബ്ലീസ് എന്ന് പറയുന്നവൻ ആ ഒരൊറ്റ സുജൂദ്
കിബറ് കാരണം ഒഴിവാക്കിയപ്പോ എന്താ റബ്ബ് ഇബ്ലീസിനോട് പറഞ്ഞത്? ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. സ്വർഗത്തുനിന്ന് പുറത്താക്കിയത് മാത്രമല്ലല്ലോ, എക്കാലത്തേക്കും ശപിക്കപ്പെട്ടവനായില്ലേ? സയ്യിദ് തങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരൊറ്റ സുജൂദ് ഒഴിവാക്കിയപ്പോഴേക്കും, റബ്ബിന്റെ ഒരേ ഒരു കൽപ്പന ഒഴിവാക്കിയപ്പോഴേക്കും ഇബ്ലീസ് എക്കാലത്തേക്കും ശപിക്കപ്പെട്ടവനും മോശപ്പെട്ടവനും മാറ്റി ഓടിക്കപ്പെട്ടവനുമായെങ്കിൽ, ഓ സയ്യിദ് തങ്ങളെ, നമ്മുടെ കാര്യം എത്ര ബേജാറാ. ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഹറാമായ എത്ര കാഴ്ചകൾ കണ്ടുപോയി നമ്മള്, ഹറാമായ എത്ര വിഷയങ്ങൾ കേട്ടുപോയി നമ്മള്, ഹറാമായ എത്ര വിഷയങ്ങൾ സംസാരിച്ചു പോയി. ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. قال الله عز وجل. അല്ലാഹു സുബ്ഹാനഹു വ തആല, യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഓ സഹോദരന്മാരെ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരൊറ്റ സുജൂദിന്റെ കാരണം കൊണ്ട് പുറത്താക്കിയെങ്കിൽ, ഈമാനുള്ള എൻ്റെ മുഅ്മിനേ, എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ബേജാറായിട്ടുണ്ടോ? വല്ല പേടിയും നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ സംസാരശേഷിയും നമ്മുടെ ചിന്തയും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകമുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും ഉറപ്പാണല്ലോ. എന്നിട്ടും നമ്മൾ ഹറാമ് കാണുന്നു, ഹറാമ് കേൾക്കുന്നു, ഹറാമ് സംസാരിക്കുന്നു. ഗീബത്ത് പറയാ നമുക്ക് പേടിയില്ല. അത് പള്ളിയിലെ ഉസ്താദിൻ്റെത് വേണമെങ്കിൽ പറയൂ, തങ്ങന്മാരെ വേണമെങ്കിൽ പറയൂ, ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് അതേ സാദാത്തീങ്ങളെയും ആലിമീങ്ങളെയും വേണമെങ്കിൽ നമ്മൾ പറയും, അയൽവാസിയെ നമ്മൾ പറയൂ, ഉപ്പാനെ വേണമെങ്കിൽ പറയും, ഉമ്മാനെ വേണമെങ്കിൽ പറയും. ആരെയും നമുക്ക് യാതൊരു പേടിയുമില്ല. ആരെക്കുറിച്ചും എന്തും പറയാ നമുക്ക് ധൈര്യമാണ്. ഈമാനുള്ള എൻ്റെ ചെറുപ്പക്കാരാ, പാതിരാ സമയം വരെ മൊബൈലിന്റെ ഇന്റർനെറ്റിന്റെ വിവിധ പ്രതലങ്ങളിൽ കടന്നു ചെന്നിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു, പാതിരാ സമയം വരെ നീ ഇങ്ങനെ നിന്റെ വീടിന്റെ ഉള്ളിൽ നീ മാത്രം കിടക്കുന്ന സുന്ദരമായ നിന്റെ ബെഡിൽ നല്ല ഫാനക്കെട്ട് സുഖിച്ച് സുന്ദരമായി കിടന്നിട്ട് അതാ ഇന്റർനെറ്റിന്റെ വിവിധ പ്രതലങ്ങളിൽ നീ കടന്നു ചെല്ലുകയാ. ഫേസ്ബുക്കിൽ നീ സജീവമാണ്, യൂട്യൂബിൽ നീ സജീവമാണ്, വാട്സപ്പിൽ നീ സജീവമാണ്. അങ്ങനെ ഏതെല്ലാം മേഖലകളുണ്ടോ അതിൽ മുഴുവനും സജീവമായി നട്ടപ്പാതിരാ സമയത്തോടടുക്കുമ്പോഴാ നിനക്കുറക്കം വരുന്നേ. അങ്ങനെ നീ കിടന്നുറങ്ങിയിട്ട് അതേ നേരം വെളുക്കുമ്പോ പള്ളിയിൽ നിന്ന് പ്രഭാത സമയത്ത് ഹയ്യ അലസ്വലാ ഹയ്യ അലൽ ഫലാഹ് അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കിനേക്കാൾ പുണ്യമുള്ള കാര്യം ഇതാ പള്ളിയിൽ നടക്കുന്നു. വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പള്ളി വനാരത്തിൽ നിന്നതാ വിളി കേൾക്കുമ്പോ നീ ഉണരുന്നില്ല. ഉണർന്നാലും നിനക്ക് ക്ഷീണമാണ്. കാരണം നീ കിടക്കുമ്പോ 1 മണിയായിട്ടുണ്ട്, 2 മണിയായിട്ടുണ്ട്. നിന്റെ മൊബൈൽ എടുത്തുകൊണ്ട് നീ വിവിധങ്ങളായ വിഷയങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും നിനക്ക് സമയം ഒരുപാട് പോയി. ക്ഷീണം കാരണം നിനക്ക് എണീക്കാൻ കഴിയുന്നില്ല. നീ അതാ കിടന്നുറങ്ങുകയാണ്. മോനെ, ആകാശലോകം സുജൂദ് കൊണ്ട് നിറച്ച ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരൊറ്റ സുജൂദ് ഒഴിവാക്കിയപ്പോ ശപിക്കപ്പെട്ടവനായെങ്കിൽ 5 വക്ത് നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമായ സുബ്ഹ് നിസ്കാരം ഖളാ ആക്കിയാൽ നിന്നെ റബ്ബ് വെറുതെ വിടുമോ?
നിന്റെ പ്രാപ്പകലുകളിൽ നിനക്ക് യജമാനനായ അല്ലാഹു ഈ ഒരു നിസ്കാരം മാത്രമല്ലേ നിർബന്ധമാക്കിയിട്ടുള്ളത്? നോമ്പ് റമദാനിലല്ലേ ഉള്ളൂ, സകാത്ത് നിനക്ക് കഴിയുന്നെങ്കിലല്ലേ ഉള്ളൂ, ഹജ്ജ് നിനക്ക് കഴിയുന്നെങ്കിലല്ലേ ഉള്ളൂ. നിർബന്ധമായി നീ ചെയ്യേണ്ട ഒരേ ഒരു സംഗതി വിശുദ്ധമായ നിസ്കാരമല്ലേ മോനെ? റബ്ബ് നിന്നെ വെറുതെ വിടുമോ? ഓ ചെറുപ്പക്കാരെ, സുദീർഘമായി പറയേണ്ട ഒരു വിഷയം ഞാൻ ചുരുക്കി ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റബ്ബിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും അർപ്പിക്കേണ്ടുന്ന സുജൂദ്, അതേ 5 വക്ത് നിസ്കാരം. അതിൽ നമ്മൾ നിന്ദ്യത കാണിച്ചാൽ, അത് നമ്മൾ നിസാരതയാക്കിയാൽ യജമാനം വെറുതെ വിടൂല്ല കേട്ടോ. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു മനുഷ്യനെ പേപ്പിക്കാൻ വേണ്ടി പറകെ കൂടിയൊരു സംഭവം, ഞാനത് വിശദീകരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, 5 വക്ത് നിസ്കാരവും ഒരു മനുഷ്യൻ്റെത് നഷ്ടപ്പെടുത്തണമെന്ന് കരുതി പ്രഭാത സമയത്ത് വീട്ടിൽ നിന്നതാ ഒരു വീട്ടിലേക്ക്, ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എത്തിപ്പെടുകയാണ്. മനുഷ്യന്റെ കോലത്തിലെത്തി ആ വീട്ടുകാരനെ വിളിച്ചുണർത്തിക്കൊണ്ടവന്റെ പ്രഭാത നിസ്കാരം നഷ്ടപ്പെടുത്തിയതാ യാത്ര പോവുകയാണ്. എൻ്റെ ആളുകളും ളുഹ്ർ നിസ്കാരവും അസ്ർ നിസ്കാരവും മഗ്രിബ് നിസ്കാരവും സമയമായി. 4 വക്ത് നിസ്കാരവും പല കാരണങ്ങളെ കൊണ്ട് നഷ്ടപ്പെടുത്തി. 5-ാമത്തെ നിസ്കാരമാകുന്ന ഇശാഇന്റെ സമയമായപ്പോ ഇബ്ലീസിന് തോന്നി ഇവനെ വീട്ടിലേക്ക് തനിച്ചു വിട്ടാൽ 4 വക്ത് നിസ്കാരം ഇപ്പൊ സമയമായി നിൽക്കുന്ന ഇശാ നിസ്കാരവും ഇവൻ 5ഉം ഒരുമിച്ചൊരു പക്ഷേ നിസ്കരിക്കുകയും ഖളാ വീട്ടുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ഇവന്റെ നിസ്കാരം നിർവഹിക്കാൻ ഇവനെ വിട്ടുകൂടാ. ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരനായിക്കൊണ്ട് ഇബ്ലീസ് കടന്നു ചെല്ലുകയാ. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കഴിച്ചിട്ട് ഈ മനുഷ്യൻ നേരെ ബെഡിലേക്ക് അങ്ങ് കിടന്നപ്പോ ഇബ്ലീസ് ആ വീട്ടിൽ നിന്ന് ഓടി അങ്ങ് പുറത്തിറങ്ങി. വിരുന്നുകാരൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നത് കണ്ടപ്പോ വീട്ടുകാരൻ എണീച്ചു വന്നിട്ട് ചോദിക്കുക, എന്തു പറ്റി സുഹൃത്തേ? എന്റെ വീട്ടിൽ കിടക്കാൻ പറ്റാത്ത എന്ത് ബുദ്ധിമുട്ടാ നിങ്ങൾക്കുണ്ടായത്? അവിടെ നിന്ന് ഇബ്ലീസ് പറഞ്ഞു, മനുഷ്യ, ഞാൻ ആരാണെന്നറിയുമോ? ഇബ്ലീസ് എന്ന് പറയുന്ന നീയൊക്കെ ലഅനത്തുല്ലാഹി പറയുന്ന ഇബ്ലീസ് എന്ന് പറയുന്നവനാണ് ഞാൻ. നിന്റെ 5 വക്ത് നിസ്കാരവും നിന്നെ കൊണ്ട് നഷ്ടപ്പെടുത്തണം, നിന്നെ കൊണ്ട് ഖളാ ആക്കിക്കണമെന്ന് കരുതി നിന്റെ കൂടെ കൂടിയതാ. പക്ഷേ നീ സുബ്ഹ് നിസ്കരിച്ചില്ല, ളുഹ്ർ നിസ്കരിച്ചില്ല, അസ്ർ നിസ്കരിച്ചില്ല, മഗ്രിബ് നിസ്കരിച്ചില്ല. ഇപ്പൊ ഇശാഇന്റെ സമയമായപ്പോ നീ എല്ലാം ഖളാ വീട്ടും ഇശാ നിസ്കരിക്കുകയും ചെയ്യുമെന്ന് കരുതി നിന്നെ പഴപ്പിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് വന്നപ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി, നീ റബ്ബിന്റെ ഭക്ഷണം തിന്നിട്ട്, അവന്റെ വെള്ളം കുടിച്ചിട്ട്, അവന്റെ വായു ശ്വസിച്ചിട്ട്, അവൻ തന്ന സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കൂളായി കിടന്നുറങ്ങുകയാണ്. നിസ്കാരം നിനക്കൊരു വിഷയമല്ല, നിസ്കാരം നിനക്കൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് തന്നെ മോനെ, ജീവിതത്തിൽ ഒരൊറ്റ സുജൂദ് ഒഴിവാക്കിയ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കാലത്തും ശാപം തന്നുവെങ്കിൽ നിർബന്ധമായ 5 വക്ത് നിസ്കാരം ഒഴിവാക്കിയ നിന്റെ കൂടെ ഞാൻ നിന്നാൽ ആകാശഭാഗത്തു നിന്ന് തീഗാളം ഇറങ്ങി വന്നുകൊണ്ട് നിന്നെ നശിപ്പിക്കുമ്പോ ഞാനും അതിൽ പെട്ടുപോകുമെന്ന് പേടിക്കുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, സുദീർഘമായി പറയുകയല്ല, വളരെ ചുരുക്കി ഓർമ്മപ്പെടുത്തട്ടെ സഹോദരന്മാരെ. നമ്മുടെ ജീവിതത്തിലുള്ള നിസ്കാരവും മറ്റുള്ളതായ എല്ലാ സുഹൃതങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ നിർവഹിക്കാനുള്ള അവസരം തന്നിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് അവന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിച്ചിട്ട് അല്ലാഹനെ മറന്നൊരു ജീവിതം നയിച്ചാൽ ആഖിറമാകുന്ന ലോകത്ത് നമ്മൾ കുടുങ്ങിപ്പോകുന്നതാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, യാതൊരു പേടിയുമില്ലല്ലോ നമുക്ക് തെറ്റുകൾ ചെയ്യുമ്പോ, യാതൊരു ബേജാറുമില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോകുമ്പോ. നിസിയാനുദ്ദുനൂബിൽ മാളിയാ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ മറന്നു പോകുന്നു. വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാ,
ഇതെല്ലാം യജമാനനായ അല്ലാഹുവിന്റെ കോടതിയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ ഇത് മുഴുവനും മണുമണി തൂക്ക വ്യത്യാസമില്ലാതെ മറുപടി പറയേണ്ടുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. ആ ഒരു ദിവസം ആലോചിച്ചുകൊണ്ട് ഇവിടെ സുഹൃതം ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. ഹറാമായ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു നല്ല മനസ്സ് നമ്മളുണ്ടാക്കിയെടുക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരൊറ്റ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ സഹോദരന്മാരെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ കുടുങ്ങും എന്നുള്ള ആ ഒരു ചിന്ത, അങ്ങനത്തെ ഒരു ചിന്ത വന്നത് കൊണ്ടല്ലേ കഴിഞ്ഞ കാലങ്ങളിൽ മഹത്തുക്കളായ ഏത് മഹാന്മാരെ നമ്മൾ ചിന്തിച്ചാലും അവരെ ജീവിതത്തിൽ അണുമണി തൂക്കം പോറൽ വന്നാൽ, പിഴവ് വന്നാൽ അതിൻ്റെ ശിക്ഷ ദുന്യാവിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങാനും അത് ഏറ്റു പറയാനും അവർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിൽ വന്നുകൊണ്ട് മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ ഇന്നൽ അബ്അദ കസ്സനാ യാ റസൂലല്ലാഹ്. നബിയെ, റബ്ബിന്റെ ചിന്തകളില്ലാത്ത യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചിന്തയിൽ നിന്ന് അങ്ങ് വിദൂരത്ത് പോയൊരു പാപി ഇതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു. നബിയെ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരുമോ ഹബീബേ? അള്ളാന്റെ ഹബീബിന്റെ അരികിലൊന്ന് മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു ഖേദപ്രകടനം നടത്തുകയാണ്. കാരണം അവർക്ക് ആഖിറമാകുന്ന ലോകമാണ് വലുത്. ആഖിറമാകുന്ന ലോകത്ത് രക്ഷപ്പെടലാണ് അവർക്ക് ഏറ്റവും മുഖ്യമായ വിഷയം. നമുക്ക് ദുനിയാവിലെ രസങ്ങളും സന്തോഷങ്ങളുമാണ് മുഖ്യം. മാഇസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയാ, എന്നെ ഒന്ന് ശുദ്ധിയാക്കുമോ ഹബീബേ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദൂരെ പോ മാഇസേ, എന്താ നിങ്ങൾ പറയുന്നത്? എന്താ നിങ്ങൾ പറയുന്നത്? പോകൂ, സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹ് മാഇസ് റളിയല്ലാഹു അൻഹുവിനെ അകറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ ദിവസവും മാഇസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നൽ അബ്അദ കസ്സനാ. നബിയേ, ഞാനിതാ വ്യഭിചരിച്ചിട്ടുണ്ട്. അല്ലാഹുമായി അകന്നൊരു സമയത്ത്, വല്ലാതെ അകന്നു നിന്നൊരു സമയത്ത് എൻ്റെ ഭാഗത്ത് വ്യഭിചാരം സംഭവിച്ചു പോയി. നബിയെ, എന്നെയൊന്ന് ശുദ്ധിയാക്കുമോ? എന്നെയൊന്ന് ശുദ്ധിയാക്കുമോ നബിയെ? വിവാഹം കഴിച്ചവനാ ഞാന്, അതേ പെണ്ണ് കെട്ടിയവനാ ഞാന്. എൻ്റെ ശിക്ഷ നിങ്ങളൊന്ന് നടപ്പിലാക്കുമോ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, തുബ് ഇലല്ലാഹ് വസ്തഗ്ഫിർ ലഹു. ചൊല്ലിക്ക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ. ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഗഫൂറുർ റഹീമാണല്ലോ. റബ്ബ് നമുക്ക് നമ്മുടെ സകലമാന പാപങ്ങളും പുറത്തു തരട്ടെ. അവനുമായി അടുക്കാനുള്ള സൗഭാഗ്യം അവൻ നമുക്ക് നൽകുമാറാവട്ടെ. ഇഖ്ലാസുള്ളൊരു മനസ്സ്, അവൻ ആലോചിച്ചാൽ ഒലിക്കുന്നൊരു കണ്ണ് റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ.
യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് മായിസ് റളിയല്ലാഹു അൻഹു ഒന്നാം ദിവസം വന്ന് ശുദ്ധീകരിക്കാൻ പറയുമ്പോൾ റസൂലുള്ളാഹി ഇറക്കി വിടുകയാണ്. രണ്ടാം ദിവസം വന്നപ്പോൾ മുത്തുനബി പറഞ്ഞു, തുബ് ഇലല്ലാഹ്, യജമാനനായ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങൂ മായിസേ, റബ്ബിനോട് പൊറുക്കലിനെ തേടൂ മായിസേ. മൂന്നാം ദിവസവും വന്നപ്പോൾ റസൂലുള്ളാഹി പറയാ, എന്താ മായിസേ നിങ്ങൾക്ക് വല്ല ഭ്രാന്തുമുണ്ടോ? സ്വഹാബാ, നമ്മുടെ മായിസിന് വല്ല ഭ്രാന്തുമുണ്ടോ നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ അറഫ്നാ ബിഹി ജുനൂൻ, അദ്ദേഹത്തിന് ഭ്രാന്തുള്ളത് ഞങ്ങൾക്കറിയില്ല നബിയേ. അതാ റസൂലുള്ളാഹിനെ വിടാതെ വീണ്ടും മായിസ് റളിയല്ലാഹു അൻഹു പിടികൂടുകയാ. വീണ്ടും റസൂലുള്ളാഹിനോട് പറയാ, ത്വഹിർനി യാ റസൂലല്ലാഹ്. സ്വഹാബ, മായിസിനെ നിങ്ങളൊരു പരിശോധന നടത്തൂ. എന്താ മായിസ് പറയുന്നത്? വല്ല ഭ്രാന്തുണ്ടോ അതല്ല കുടിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്നൊരു പരിശോധന നടത്തിക്കേ മായിസിനെ. സ്വഹാബത്ത് പരിശോധന നടത്തിയിട്ട് പറഞ്ഞു, നബിയെ മായിസ് കുടിച്ചിട്ടില്ല, സ്വബോധത്തോടുകൂടെ തന്നെയാണ് പറയുന്നത്. മായിസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ സ്വബോധത്തോടുകൂടെ തന്നെയാണ്. മായിസേ, നിങ്ങൾ പറയുന്നതിന്റെ ഗൗരവം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? വിവാഹം കഴിച്ച മനുഷ്യന് വിശുദ്ധ ഇസ്ലാം വ്യഭിചാരത്തിന് കൊടുക്കുന്ന ശിക്ഷ എന്താ നിങ്ങൾക്കറിയുമോ? അറിയാം നബിയേ, അറിയാം ഹബീബേ, എറിഞ്ഞു കൊല്ലുമല്ലോ. ഞാനത് ഏറ്റുവാങ്ങാൻ റെഡിയാൻ. ഇന്ന ഉമ്മത്തി ഉമ്മത്തും മർഹൂമാ ലാ യുഅദ്ദിബുഹാ അല്ലാഹു മർറതൈൻ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഹദീസുമായി സംഗളോതുകയാണ്, നബിയേ ഇന്ന ഉമ്മത്തി ഉമ്മത്തും മർഹൂമാ ലാ യുഅദ്ദിബുഹാ അല്ലാഹു മർറതൈൻ. എൻ്റെ സമുദായം വല്ലാത്ത റഹ്മത്താക്കപ്പെട്ട സമുദായമാണ്, വല്ലാത്ത ഭാഗ്യം ലഭിച്ച വിഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് ചെയ്ത ഒരു തെറ്റിന് ഒരു പ്രാവശ്യം ശിക്ഷിക്കുമെന്നല്ലാതെ ഒരു തെറ്റിന് രണ്ടാമതൊരു ശിക്ഷ അവർക്കില്ല. ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം ശിക്ഷ എൻ്റെ സമുദായത്തിനില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സമുദായം വല്ലാത്ത ഭാഗ്യവാന്മാരാ. മായിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാ, നബിയേ ഈ ദുനിയാവിൽ നിന്ന് യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ആ ശിക്ഷ അത് ഇവിടെ വെച്ച് സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. റബ്ബിന്റെ നരകാഗ്നി താങ്ങാൻ എനിക്ക് കഴിയൂല. റബ്ബിന്റെ ശിക്ഷ വാങ്ങാൻ മായിസിന് കെൽപ്പില്ല ഹബീബേ. ദുനിയാവിൽ റബ്ബ് വിധിച്ച ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ റെഡി. ഈമാനുള്ള എൻ്റെ മുഅ്മിനീങ്ങളെ, എത്ര വലിയ ഗൗരവമാണെന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. മഹാനവറുകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന് റസൂലുള്ള ഓർഡർ കൊടുക്കുന്നു, ഫറജമൂ, അവരുമായി തങ്ങളെ അതാ എറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ്, ഇസ്ലാമിൻ്റെ ശിക്ഷ നടപ്പിലാക്കുകയാണ്. ഓ സഹോദരി സഹോദര, ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ജീവിതത്തിൽ അറിയാതൊരു കമ്പനിയിൽ പെട്ടുപോയി, ആ പെടലിൽ അതാ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുകയാണ്. വ്യഭിചാരം സംഭവിച്ചപ്പോ അള്ളാന്റെ കോടതിയിൽ അതിന്റെ ശിക്ഷ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ ശിക്ഷ പേടിച്ചിട്ട് അതിന്റെ ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങാൻ അവർ റെഡിയാവുകയാണ്. കല്ലുകൾ
പലകകളെ കൊണ്ട് അതേ കുഴി കുഴിച്ചിട്ട് അതിൽ നിർത്തിയിട്ട് ചുറ്റുഭാഗം നിന്നിട്ട് ചെറിയ കല്ലുകളെ കൊണ്ട് എറിഞ്ഞ് അങ്ങനെ കൊലപ്പെടുത്തുകയാണ്. ആ ശിക്ഷ സുഖമുള്ളൊരു സംഗതിയല്ലല്ലോ. എന്നിട്ടും അവരത് വാങ്ങാൻ റെഡിയാൻ. എന്തേ കാരണം? ആഖിറമാകുന്ന ലോകം അവര് പേടിച്ചു പോയി. ഓ സഹോദരിമാരെ, ബറക്കത്തിന് വേണ്ടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഖൗല ബീവിയുടെ ചരിത്രം കേട്ടിട്ടില്ലേ നിങ്ങൾ? ഗർഭിണിയായ ഖൗല ബീവി റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് പറഞ്ഞില്ലേ, നബിയെ ഖൗല വ്യഭിചരിച്ചു പോയി, ഖൗല വ്യഭിചരിച്ചു പോയി നബിയെ, ഞാനിതാ വയറ്റിൽ കുഞ്ഞിനെ ചുമന്ന് വന്നിരിക്കുകയാ. റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അത് കേൾക്കാത്തതുപോലെ ഖൗല നിങ്ങൾ വീട്ടിലേക്ക് പോന്ന് പറഞ്ഞു വിടുന്നു. സുബ്ഹാനല്ലാഹ്. നിരന്തരം രണ്ടാമതും മൂന്നാമതും വന്നപ്പോ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൗല നിങ്ങൾ പ്രസവിച്ചിട്ട് കുഞ്ഞുമായി വരൂ. കുഞ്ഞിനെയും കൊണ്ട് അതാ ഖൗല ബീവി വന്നപ്പോ മുത്തുനബി പറയാ, ഈ കുഞ്ഞിന് മുല കുടിക്കാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് മുലപ്പാൽ കൊടുത്തിട്ട് മുലപ്പാൽ അല്ലാത്ത ഭക്ഷണം ഈ കുഞ്ഞ് കഴിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ട് നിങ്ങൾ വരൂ. ഖൗല ബീവി റളിയല്ലാഹു അൻഹ വെറും 6 മാസം കൊണ്ട് ആ കുഞ്ഞിനെ ഭക്ഷണം പരിശീലിപ്പിച്ചിട്ട് അതാ ശിക്ഷ ഏറ്റുവാങ്ങാൻ വരുന്നു. ഈമാനുള്ള എൻ്റെ മുഅ്മിനീങ്ങളെ, ഈമാനുള്ള എൻ്റെ സഹോദരന്മാരെ, നമ്മൾ എവിടെ കിടക്കുന്നു? ഉമ്മയോട് കയർത്ത് സംസാരിച്ച് നമുക്ക് ആ ഉമ്മാന്റെ പൊരുത്തം കിട്ടിയാലേ നമുക്ക് സ്വർഗമുള്ളൂ എന്ന് നമുക്കറിയാം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ പൊരുത്തത്തിലാണ്, ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗമെന്ന് പഠിച്ച നമ്മള് ഉമ്മയോട് കയർത്ത് സംസാരിച്ചിട്ട് നമ്മുടെ മനസ്സ് വേദനിക്കുന്നില്ല. ഉപ്പാന്റെ തൃപ്തിയില്ലാതെ സ്വർഗം നിനക്ക് കണിയാണാൻ കഴിയൂല എന്ന് പഠിച്ചിട്ട് ഉപ്പയോട് കയർത്ത് സംസാരിക്കുന്നു, തുറപ്പിച്ചു നോക്കുന്നു, ഗൗരവത്തോടെ സംസാരിക്കുന്നു. നമുക്ക് വിഷയമില്ല. നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മാന്യന്മാര് നിങ്ങളെ കുടുംബത്തോട്, നിങ്ങളുടെ ഭാര്യയോടും മക്കളോടും മാന്യമായി പെരുമാറുന്നവരാണെന്ന് പഠിപ്പിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. പക്ഷേ ഭാര്യയെ അടിക്കുന്ന ഭർത്താക്കന്മാര്, ഭാര്യയോട് മോശമായി സംസാരിക്കുന്ന ഭർത്താക്കന്മാര്, ഭാര്യയെ ജനങ്ങൾക്കിടയിൽ പരിഹസിക്കുന്ന നിന്ദിക്കുന്ന ഭർത്താക്കന്മാര് ഒന്നും നമുക്ക് വിഷയമേ അല്ല. ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ പതേ പെണ്ണെ നിനക്ക് സ്വർഗമില്ല. ഭർത്താവിന്റെ പൊരുത്തത്തിലാണ് നിന്റെ സ്വർഗമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ട് ആ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന എത്രയെത്ര പെങ്ങന്മാരാണ്, എത്രയെത്ര ഭാര്യമാരാണ്. ഈമാനുള്ള എൻ്റെ മുഅ്മിനീങ്ങളെ, ജീവിതത്തിലൊരു മാറ്റം വരുത്തണേ, ജീവിതത്തിലൊരു മാറ്റം വരുത്തണേ. യജമാനനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ശരിക്ക് പറയട്ടെ, ഒന്നാമത് ഞാൻ പഠിപ്പിച്ചു, മുത്തുനബി പറഞ്ഞു 4 ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടോ, നിങ്ങൾ പരാജയികളാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നാമത്തെ ലക്ഷണം, നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ മറന്നു പോവലാണ്. അത് റബ്ബിന്റെ കോർട്ടിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ലക്ഷണം എന്താണെന്നറിയോ? നിങ്ങൾ അതേ ചെയ്തു പോയതായ നന്മകൾ അതിലിങ്ങനെ പൊലിവ് കാണിക്കുക. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്നുള്ള പൊലിവ് മനസ്സിൽ കൊണ്ട് നടക്കുക. വേണ്ട വേണ്ട. എന്തേ കാരണം? അത് അല്ലാഹ് സ്വീകരിച്ചാലല്ലേ നീ പൊലിവ് കാണിക്കേണ്ടതുള്ളൂ. നിന്റെ നിസ്കാരം അല്ലാഹ് സ്വീകരിച്ചോ എന്നറിയില്ലല്ലോ, നിന്റെ നോമ്പ് അല്ലാഹ് സ്വീകരിച്ചോ എന്നറിയില്ലല്ലോ, നിന്റെ നിസ്കാരത്തിന്റെ രൂപത്തിലായോ എന്ന് നിനക്കറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ നീ തറാവി മുഴുവൻ പങ്കെടുത്തു എന്ന് പറഞ്ഞ് പൊലിവ് കാണിക്കുന്നത്? പിന്നെ
എങ്ങനെയാ നീ ഖുർആൻ ഓതി എന്ന് പറഞ്ഞുകൊണ്ട് വമ്പ് കാണിക്കുന്നത്? ഇത് അല്ലാഹ് സ്വീകരിച്ചാലല്ലേ ഉള്ളൂ. ലോകം കണ്ട ഏറ്റവും വലിയ മുത്തഖി, ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമ, പ്രവാചകന്മാരെ കഴിഞ്ഞാൽ ഒരാൾക്കും തർക്കമില്ലാത്ത ഏറ്റവും വലിയ ഈമാനിന്റെയും തഖ്വയുടെയും ഉടമയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ അതാ അവിടുന്ന് പെട്ടെന്ന് ബോധരഹിതനായി വീണുപോയി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീണപ്പോ ആളുകൾ വിചാരിച്ചു സിദ്ദീഖ് തങ്ങൾക്കൊരു പക്ഷേ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത കാരണം കൊണ്ട് തലകറങ്ങി വീണതാവും. വെള്ളം തെളിച്ചു മുഖത്ത്. സിദ്ദീഖ് തങ്ങൾക്ക് ബോധം തെളിഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, തങ്ങളെ വിശക്കുന്നുണ്ടോ? എന്ത് പറ്റിപ്പോയി? നിങ്ങൾ ഭക്ഷണം കഴിക്കാത്ത കാരണം കൊണ്ടാണോ? അവിടുന്നതാ മുത്തുനബിയുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, സ്വഹാബ, ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല, ഖുർആൻ ഞാൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് ഒരായത്ത് ഞാൻ അങ്ങ് ഓതിയപ്പോ അതിന്റെ ഗൗരവം ആലോചിച്ച്, അതിൽ പറഞ്ഞ വിഷയം ആലോചിച്ച് ഞാൻ ബോധരഹിതനായി വീണതാ. എന്തേ തങ്ങളെ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്തത് ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൃതങ്ങൾ കബൂലാക്കുന്നത്, സുഹൃതങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. സാധുവായ സിദ്ദീഖ് മുത്തഖീങ്ങളെ പട്ടികയിലുണ്ടോ എന്നറിയില്ലല്ലോ. ഓ മുഅ്മിനീങ്ങളെ, എവിടെ കിടക്കുന്നു നമ്മള്? എവിടെ കിടക്കുന്നു പാപികളായ നമ്മള്? അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിന്റെ ടിക്കറ്റ് കൊടുത്ത മഹാനാ സിദ്ദീഖ് തങ്ങള്, ലോകത്തെ ഏറ്റവും വലിയ മുത്തഖിയാ സിദ്ദീഖ് തങ്ങള്, ഏറ്റവും വലിയ ഈമാനിന്റെ ഉടമയാ സിദ്ദീഖ് തങ്ങള്. എല്ലാ മനുഷ്യരുടെയും ഈമാൻ ഒരു തുലാസിന്റെ തട്ടിലൊന്നിലും മറ്റേ ഭാഗത്ത് സിദ്ദീഖ് തങ്ങളത് മാത്രവും വെച്ചാൽ എല്ലാവരുടെ ഈമാനിന്റെ പവർ കൊണ്ട് സിദ്ദീഖ് തങ്ങളതിനെ തോൽപ്പിക്കാൻ കഴിയൂല. അത്രയും വലിയ ഈമാനിന്റെയും തഖ്വയുടെയും ഉടമയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഞാൻ മുത്തഖിയാണോ എന്ന് ആലോചിച്ച് ബേജാറായി പോയെങ്കിൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ കണ്ണിക്കണ്ടവരുടെ പച്ചമാംസം തിന്നുന്ന ഞാനും നിങ്ങളോ അല്ലാഹുവിന്റെ കോടതിയിൽ കുടുങ്ങിപ്പോവില്ലയോ? ഗീബത്ത് പറയാൻ പേടിയില്ലല്ലോ നമുക്ക്, നമീമത്ത് പറയാൻ പേടിയില്ലല്ലോ നമുക്ക്, കളവ് പറയാൻ പേടിയില്ലല്ലോ നമുക്ക്, വഞ്ചന നടത്താൻ പേടിയില്ലല്ലോ നമുക്ക്, മറ്റുള്ളവരോട് കച്ചറ കൂടാൻ പേടിയില്ലല്ലോ നമുക്ക്, ഒരു വക്ത നിസ്കാരം നഷ്ടപ്പെട്ടു എന്ന് പേരിച്ച് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ബേജാറില്ലല്ലോ നമുക്ക്. നമുക്കൊന്നുമേ വിഷയമല്ല. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറയാ, മനുഷ്യ നീ എന്തെങ്കിലും ഒരു നന്മങ്ങ് ചെയ്യുമ്പോഴേക്കിന്ന് ഉഷാറായി എന്നുള്ള ചിന്ത വേണ്ട, അത് അല്ലാഹ് സ്വീകരിച്ചാലല്ലേ ഉള്ളൂ. സുബ്ഹാന ജല്ല ജലാലുഹു. സയ്യിദനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു വാപ്പ വരികയാ. എന്താ വിഷയം എന്നറിയോ നിങ്ങൾ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ അവിടുത്തെ ഇശാ നിസ്കാരത്തിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പള്ളിയിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാതെയായപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരക്ക, ഇന്നാലിന്ന ചെറുപ്പക്കാരനെ കാണാനില്ലല്ലോ, എവിടെ പോയി?
സുബ്ഹാനല്ലാഹ്, എന്താ ചെറുപ്പക്കാരനെ കാണാത്തേന്നറിയോ നിങ്ങൾ? അന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അതാ സുന്ദരിയായ നാട്ടിലൊരു വേശ്യയായ പെണ്ണയാളെ വ്യഭിചാരത്തിന് ക്ഷണിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാനില്ല. പക്ഷേ നിർബന്ധിച്ചുകൊണ്ടതാ സഹോദരി ആ പെണ്ണതാ ചെറുപ്പക്കാരനെ വശീകരിക്കുകയാണ്. അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെറുപ്പക്കാരനും ആ പെണ്ണും അങ്ങ് കയറിയിട്ട് വ്യഭിചാരത്തിനൊരുങ്ങുന്ന സമയത്ത് ആ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്കതാ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരുന്നു. ഇന്നല്ലദീന തഖൂ ഇദാ മസ്സഹും ത്വായിഫും മിനശ്ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്ത അതങ്ങ് വന്നപ്പോ ആ ചെറുപ്പക്കാരനതാ ബോധരഹിതനായി വീണുപോയി. ഈ പെണ്ണ് ബേജാറായി പോയി. ഒരാളെയും കൂട്ടി ആ ചെറുപ്പക്കാരനെ താങ്ങി പിടിച്ച് അയാളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടാക്കുകയാണ്. മകനെയും കാത്തു വാപ്പയിരിക്കുന്നു. ആ സമയത്തതാ രണ്ട് പെണ്ണുങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ മുറ്റത്ത് കിടത്തുമ്പോ ചോദിക്ക, എന്തു പറ്റി എൻ്റെ കുഞ്ഞിന്, എന്തു പറ്റി എൻ്റെ മോന്? എന്താന്നറിയില്ല, ബോധം കെട്ട് കിടക്കുന്നത് കണ്ടപ്പോ ഞങ്ങൾ കൊണ്ടുവന്നതാന്ന് പറഞ്ഞവര് തടി തപ്പുകയാണ്. ബോധം തെളിഞ്ഞപ്പോ ആ പൊന്നുപ്പ മോനോട് ചോദിച്ചു, മോനെ എന്തു പറ്റിയടാ? ബോധരഹിതനായി പോവാൻ എന്തു പറ്റിപ്പോയി? ക്ഷീണിക്കാൻ എന്തു പറ്റിപ്പോയി? വാപ്പാ, ഞാൻ ആ വിഷയം പറയുന്നില്ല, മറിച്ച് ഞാൻ നിങ്ങളോടൊരു വിഷയം പറയട്ടെ. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് നിങ്ങളൊന്ന് ചെല്ലുമോ? എന്നിട്ട് എൻ്റെ ഒപ്പയൊന്ന് ചോദിക്കുമോ, മാ ജസാഉ മൻ ഖാഫ മഖാമ റബ്ബിഹി, മാ ജസാഉ മൻ ഖാഫ മഖാമ റബ്ബിഹി. ഉപ്പാ, വ്യഭിചരിക്കാൻ വേണ്ടാത്തത് ചെയ്യാൻ, തോന്നിയാസം ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ നല്ല അവസരം കിട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് അതിനു വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ അതാ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയങ്ങ് വന്നുപോയി. ആ ചിന്തയങ്ങ് വന്നപ്പോ അതിൽ നിന്ന് പിന്മാറി. ഒരാളും അവിടെ കാണാനില്ല, ഒരാളും അവിടെ ചോദ്യം ചെയ്യാനില്ല, ഒരു നട്ടവും ദുന്യവിയായി അവിടെ വരാനില്ല. എന്നിട്ടും യജമാനനായ അല്ലാഹ് അവനെ കുറിച്ച് അങ്ങ് ആലോചിച്ചപ്പോ ഒന്നും പിന്നെയില്ല, അതിൽ നിന്നങ്ങ് പിന്മാറിപ്പോയി. അങ്ങനെ റബ്ബിനെ പേടിച്ചുകൊണ്ട് അവസരം കിട്ടിയ ഹറാമിൽ നിന്ന് മാറി നിന്ന ആളുകൾക്ക് എന്താണ് പ്രതിഫലമെന്ന് അമീറുൽ മുഅ്മിനീനോട് നിങ്ങളൊന്ന് ചോദിച്ചു വരുമോ? വാപ്പ നിർബന്ധിക്കുകയാണ്, മോനെ അമീറുൽ മുഅ്മിനീനോട് വിഷയം പറയാൻ. എൻ്റെ പൊന്നു മോനൊന്ന് പറയാ, ഒന്ന് വിഷയം പറ, എന്ത് സംഭവിച്ചു പോയി? ആ ചെറുപ്പക്കാരൻ നടന്ന വിഷയം പറയുകയാ. ആ വാപ്പയതാ മകന്റെ ചോദ്യത്തിന് മാ ജസാഉ മൻ ഖാഫ മഖാമ റബ്ബിഹി എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് റബ്ബിനെ പേടിച്ചുകൊണ്ട് ഹറാമായ കാര്യത്തിന് എല്ലാവിധ സംഗതികളും സൗകര്യങ്ങളും ഒരുങ്ങിയിട്ട് അതിൽ നിന്ന് മാറി നിന്നയാൾക്ക് എന്താണ് പ്രതിഫലം എന്നറിയാൻ വേണ്ടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അരികിലേക്ക് ചെല്ലുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ ചെറുപ്പക്കാരന്റെ വിഷയത്തിന് മറുപടി പറയാൻ വേണ്ടിയിട്ടൊരുങ്ങി. മറുപടി പറഞ്ഞിട്ട് ആ വാപ്പ മറുപടിയുമായി ആ ചെറുപ്പക്കാരന്റെ അരികിലേക്ക് വരുമ്പോ അവൻ ഈ ദുനിയാവിനോട് വിട പറഞ്ഞിരിക്കുന്നു. ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സ്വഹാബത്ത് വരികയാണ്. അതേ
നിസ്കാരം നിർവഹിക്കുന്നു. നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം വിഷയം അറിഞ്ഞിട്ടുണ്ടല്ലോ മറുതങ്ങള്, അവിടുന്ന് ഒരേ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സൂറത്തുർ റഹ്മാനിൽ ഒരായത്ത് നിങ്ങൾക്കറിയില്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഈ ആയത്ത് ഇങ്ങനെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞ് ഈ മയ്യത്തിനെടുക്കുന്ന സമയത്തോ അതേ ഖബറിന്റെ അരികിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്തോ ഖബറിലേക്ക് ഇറക്കുമ്പോഴും ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഖബർ മൂടുകയാണ്. മീസാൻ കല്ല് വെച്ചിട്ട് എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് അപ്പോഴും ഉമർ തങ്ങൾ ഒരേ ഒരു പറച്ചില്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അവസാനം അത് പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു പ്രതികരണം, ബലാ ഖദ് വജത്തുഹുമാ. അതേ തങ്ങളെ, റബ്ബിനെ പേടിച്ച് ഹറാമായ കാര്യത്തിന് അവസരം കിട്ടിയിട്ടും തെറ്റിന് അവസരം കിട്ടിയിട്ടും അത് ചെയ്യാതെ റബ്ബിനെ പേടിച്ച് മാറി നിന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമാ എന്നുള്ള ആയത്ത്. അതേ ഓ ഉമർ തങ്ങളെ, ആ രണ്ട് അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ ആ രണ്ടും നേടിയെടുത്തിരിക്കുന്നു. എനിക്ക് ആ സൗഭാഗ്യം ഇവിടെ എൻ്റെ ഖബറിൽ ലഭിച്ചിരിക്കുന്നു. ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് ഇശാ നിസ്കരിക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരന്, അതേ നാട്ടിലെ ഏറ്റവും സുന്ദരിയും അതുപോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നവളുമായൊരു പെണ്ണ് ഫ്രീ ആയിക്കൊണ്ടൊരു ഓഫർ കൊടുക്കുന്നു വിചാരത്തിന്. പക്ഷേ ആ ചെറുപ്പക്കാരൻ വഴങ്ങിയില്ല. വീണ്ടും വീണ്ടും നിരന്തരം പറഞ്ഞപ്പോ ശൈത്താന്റെ പിടിയിൽ പെട്ടിട്ട് വിഷയത്തിനൊരുങ്ങുമ്പോ എല്ലാ അവസരവും മുമ്പിലൊത്തു വന്നിട്ട് അതാ റബ്ബിനെ പേടിച്ചതിൽ നിന്ന് മാറി നിന്നു. റബ്ബിന്റെ ഭാഗത്ത് വലിയ സ്ഥാനം എത്തിച്ചു പോയി. ഓ ചെറുപ്പക്കാരെ, നമ്മളെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവാറുണ്ടോ? ഹറാമായ അവസരങ്ങൾ അന്യ പെണ്ണിനോട് സംസാരിക്കുന്നു, കാണുന്നു, കൊഞ്ചുന്നു, കൊഴിയുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോ അതിൽ നിന്ന് മാറി നിൽക്കാറുണ്ടോ? മൊബൈൽ അങ്ങ് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, എത്രയോ തരുണിമണികളുടെ നമ്പർ നമ്മുടെ അരികിൽ വന്നു പോയി. അതാ ചാറ്റിങ് നടക്കുന്നു. പെണ്ണിന് പേടിയില്ല, ആണിന് ബേജാറില്ല. രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ വീടിന്റെ റൂമിന്റെ ഉള്ളിൽ നിന്റെ ഡോർ അതാ ലോക്ക് ചെയ്തിട്ട്, നിന്റെ വീടിന്റെ ഉള്ളിൽ അതാ നീ മാത്രം താമസിക്കുന്ന റൂമിൽ അതിന്റെ ഡോർ അങ്ങ് ലോക്ക് ചെയ്തിട്ട് ഒരാളുമില്ലാത്തന്റെ റൂമിൽ കിടന്നിട്ട് ഇന്റർനെറ്റിന്റെ വിവിധ പ്രതലങ്ങളിൽ കടന്നു ചെന്നിട്ട് അന്യ പെണ്ണും ആണും ഉടുതുണി എരിഞ്ഞുകൊണ്ട്, അതേ ഉടുതുണി ഒഴിവാക്കിക്കൊണ്ട് മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിർവൃതി അടഞ്ഞവനെ, ഈ ചെറുപ്പക്കാരൻ പോകുന്ന സ്വർഗമാ ഹറാമ് കണ്ട് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ? ഈ ചെറുപ്പക്കാരൻ പോകുന്ന സ്വർഗമാ ഹറാമ് കേട്ട് ചോദിക്കുന്നത് നമ്മൾ കേട്ടോ? അല്ലാഹ് നമ്മളെ വെറുതെ വിടുമോ? ഇരിക്കട്ടെ സഹോദരന്മാരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, പരാജയത്തിന്റെ ലക്ഷണങ്ങൾ 4 ഒന്ന്, നീ ചെയ്ത തെറ്റുകൾ നീ മറക്കുന്നത് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ടും രണ്ടാമത്തെ ലക്ഷണം, നീ ചെയ്യുന്ന നന്മകൾ ഉഷാറാണെന്ന ചിന്ത, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള ആ പൊലിവ് നിന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. അത് കൊണ്ട് നടക്കാൻ നിനക്ക് യോഗ്യതയില്ല. കാരണം എന്തേ? അത് അല്ലാഹു സ്വീകരിച്ചാലല്ലേ ഉള്ളൂ. മൂന്നാമത്തെ വിഷയം,
അതേ ആഖിറമാകുന്ന ലോകത്ത് നീ പരാജയപ്പെട്ടിട്ടുണ്ടോ വിജയിച്ചിട്ടുണ്ടോ എന്ന് നിനക്ക് തീരുമാനിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ വിഷയം ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ദുനിയാവിന്റെ വിഷയം വരുമ്പോ മുകളിലേക്ക് നോക്കുന്നവനെ, നിന്നെക്കാൾ ആസ്തിയുള്ളവനിലേക്ക് നോക്കുന്നവനെ നീ പരാജയ. എന്താ വിഷയം അറിയോ? നിങ്ങൾ നമ്മളെ വീട് ഓടിന്റെ വീടാണ്, അയൽവക്കത്തെ ടെറസിലേക്കാണ് നമ്മളെ നോട്ടം. എന്റെ വീടൊന്ന് വാർക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതേ നിന്റെ വീട് വാർത്തു, അപ്പൊ നിന്റെ വീട് നീ നോക്കുന്നത് അതിന്റെയും അപ്പുറത്തുള്ള വീട്ടിലേക്കാണ്. അവര് മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. നിനക്ക് സങ്കടാണ്, ഇതിന്റെ മുകളിലേക്ക് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ്, നിൽക്കാൻ കഴിയുന്നില്ല. അതുവരെ ഓടായിരുന്നു നിന്റെ പ്രശ്നം, ചെതലായിരുന്നു നിന്റെ പ്രശ്നം, മാറാലയായിരുന്നു നിന്റെ പ്രശ്നം. എന്നാൽ ഇപ്പൊ വാർത്തപ്പ നിനക്ക് മുകളിലേക്ക് എടുക്കാത്തത് പ്രശ്നമായി. ഇനി മുകളിലേക്ക് എടുത്താൽ നിന്റെ പ്രശ്നം തീരോ? ഖബറിലേക്ക് അങ്ങ് വെക്കാതെ നിന്റെ വിഷയം തീരൂല്ല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ദുനിയാവിന്റെ വിഷയം വരുമ്പോ കൂടുതലുള്ളവരിലേക്ക് നോക്കൽ പരാജയത്തിന്റെ ലക്ഷണമാണ്. പിന്നെയോ ദുനിയാവിന്റെ വിഷയം വരുമ്പോ നമ്മൾ എങ്ങോട്ടാ നോക്കണ്ടേ എന്നറിയോ? ഓ ഉമ്മ, വീട് മുകളിലേക്ക് എടുക്കാൻ കഴിയാത്തതിൽ സങ്കടപ്പെടണ്ട, ടെറസാക്കാൻ കഴിയാത്തതിൽ സങ്കടപ്പെടണ്ട, ഇന്റർലോക്ക് പതിക്കാൻ കഴിയാത്തതിൽ വിഷമിക്കണ്ട, മതിൽ കെട്ടാൻ കഴിയാത്തതിൽ വിഷമിക്കണ്ട. ദുനിയാവിന്റെ വിഷയം വരുമ്പോ നോക്കേണ്ടത് താഴേക്കാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്, എനിക്കൊരു ഓടിന്റെ വീടെങ്കിലും ഉണ്ടല്ലോ. ഇതുമില്ലാത്തവര് ദുനിയാവിൽ എത്രയുണ്ട്. എനിക്ക് ഇങ്ങനൊരു വാർപ്പിന്റെ വീടെങ്കിലും ഉണ്ടല്ലോ. ഇതുമില്ലാത്തവർ ദുനിയാവിൽ എത്രയുണ്ട്. ഓ സഹോദരന്മാരെ, കണ്ടിട്ടില്ലേ നിങ്ങൾ? ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ. സുബ്ഹാന ജല്ല ജലാലു. ഹോസ്പിറ്റലിന്റെ അതേ അവിടുത്തെ ബെഡിൽ കിടന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ എല്ലും തൊലിയുമായി ഇങ്ങനെ കിടക്കുകയാണ്. മൂക്കിലൂടെ പൈപ്പിട്ടിട്ടുണ്ട്, കയ്യിൽ ഇഞ്ചക്ഷൻ പിടിപ്പിച്ചിട്ടുണ്ട്, പല ഭാഗത്തും സ്വിച്ചുകളുണ്ട്. ഇങ്ങനെ കിടക്കുകയാ എല്ലും തൊലിയുമായി. ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഇതുവരെ അയൽവക്കത്തേക്ക് ഇറങ്ങാൻ മടിച്ച പെണ്ണ്, ഇതുവരെ കുടുംബത്തിലേക്ക് വിരുന്ന് പോകാൻ മടിച്ച പെണ്ണ്, ഇതുവരെ മുഖം അന്യന് കാണിച്ചു കൊടുക്കാൻ മടിച്ച പെണ്ണ്, ആ പെങ്ങള് അന്യ പുരുഷന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് പറയാ, എൻ്റെ പ്രിയപ്പെട്ടവനെ നിങ്ങൾ സഹായിക്കണേ, എല്ലും തൊലിയുമായിട്ടുണ്ട്, ക്യാൻസറാണ്, ട്യൂമറാണ്, കിഡ്നി പോയി, അതുപോലെ വൃക്ക പോയി എന്നൊക്കെ പറഞ്ഞിട്ട്, ആ കരള് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു ആ പെങ്ങള് കരയുകയാ. മക്കള് പൊട്ടിക്കരയുന്നു, ഞങ്ങൾ ഉപ്പച്ചിനെ സഹായിക്കണം, ഞങ്ങൾക്ക് ഉപ്പച്ചിയല്ലാതെ ആരുമില്ല എന്ന് പറഞ്ഞ്. പടച്ചവനെ, ഞങ്ങളെ മക്കൾക്ക് അങ്ങനത്തെ ഒരവസ്ഥ നീ വരുത്തല്ല റഹ്മാനേ. ഒരു വീട്ടിലേക്ക് പോവാൻ, അങ്ങാടിയിലേക്ക് പോവാൻ, അതുപോലെ ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഇതുവരെ വിട്ടിട്ടില്ല. എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് രാജകുമാരികളെ പോലെ, രാജ്ഞിയെ പോലെ വീട്ടിൽ ഞങ്ങൾ താമസിപ്പിച്ചതാണ്. ഇനി അന്യന്റെ വീഡിയോയുടെ മുമ്പിൽ നിന്ന് സഹായിക്കണമെന്ന് പറയേണ്ട ഒരു ഗതികേട് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വരുത്തല്ല റഹ്മാനേ, ഞങ്ങളെ പെങ്ങന്മാർക്ക് നീ വരുത്തല്ല മന്നാനേ. നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. ഇരിക്കക്കൂര വിറ്റിട്ടാ ക്യാൻസറിന് ചികിത്സിക്കുന്നത്, ട്യൂമറിന് ചികിത്സിക്കുന്നത്, കിഡ്നി നഷ്ടപ്പെട്ടതിനും കരള് നഷ്ടപ്പെട്ടതിനും ചികിത്സിക്കുന്നത്. നമുക്ക് ഇരിക്കക്കൂര പോയിട്ടില്ല. നമ്മുടെ ഭാഗ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അൽഹംദുലില്ലാഹ്. നമ്മുടെ സദസ്സിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ വലിയ ടെറസുകളിലേക്കും വാഹനങ്ങളിലേക്കും വരുമാനങ്ങളിലേക്കും എത്തി നോക്കുന്നത്. ഇതുമില്ലാത്ത എത്രയെത്ര മനുഷ്യർ, അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ട് ഇതുപോലെയുള്ള മാരക രോഗങ്ങൾ വന്നപ്പോ എല്ലാം വിറ്റുപെറുക്കി അന്യന്റെ സഹായത്തിന് കാത്തിരിക്കുന്ന എത്ര മനുഷ്യർ. അത് നോക്കുമ്പോ നമ്മൾ എത്ര സൗഭാഗ്യമുള്ളവരാണ്. അതൊന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നാലാമത്തെ വിഷയം, ആഖിറത്തിന്റെ വിഷയം വരുമ്പോ താഴേക്ക് നോക്കുന്നു. നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ ദാനധർമ്മങ്ങൾ, നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം, ഈ വിഷയങ്ങൾ എടുത്തിട്ട് നീ നിന്റെ അത്രയും ഓതാത്തവരിലേക്കും നിസ്കരിക്കാത്തവരിലേക്കും അതുപോലെ ഇബാദത്ത് ചെയ്യാത്തവരിലേക്കും നോക്കിയിട്ട് നീ ഉഷാറാണെന്ന ചിന്ത അത് വേണ്ട. നീ നോക്കേണ്ടത് സിദ്ദീഖ് തങ്ങളിലേക്കാണ്. അവരെ നോക്കുമ്പോ ഞാൻ ചണ്ടിയാണ്. നീ നോക്കേണ്ടത് ഉമർ തങ്ങളിലേക്കാണ്. അത് നോക്കുമ്പോ ഞാൻ ചണ്ടിയാണെന്ന് നീ തിരിച്ചറിയണം. അല്ലാതെ നീ 4 തറാവീഹിന് പോയപ്പോ 2 കുട്ടികളെ കെട്ടിക്കാൻ സഹായിച്ചപ്പോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുഹൃതത്തിന് സഹായിക്കാനേക്ക് അവസരം കിട്ടിയപ്പോ ഉഷാറാണെന്ന ചിന്ത വേണ്ട. നിന്നെക്കാൾ കൊടുത്തവരിലേക്കും നിന്നെക്കാൾ ഇബാദത്ത് ചെയ്തവരിലേക്കും നീ നോക്കുക. എന്നിട്ട് പടച്ചവനെ, അവരെ നോക്കുമ്പോ ഞാൻ മോശക്കാരനാണല്ലോ എന്ന ചിന്തയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അടുത്തറിഞ്ഞ് ഇബാദത്തുകൾ ചെയ്യാൻ, അവന്റെ പൊരുത്തം വാങ്ങാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണം റഹ്മാനെ. ഈ സദസ്സ് ഇങ്ങനെയാവാൻ ആരെല്ലാം പ്രയത്നിച്ചുവോ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. എല്ലാവിധ ഇസ്സത്തും റാഹത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇനിയും ഖൈറിന് വേണ്ടി ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സ് ഇവിടെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് കിട്ടിയ വലിയൊരു നിഅമത്തായി, വലിയൊരു സന്തോഷമായി ഞാൻ ഏറ്റെടുത്തു. എന്താ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കുറച്ച് മുമ്പ് പേരോട് ഉസ്താദ് ഇവിടെ വയല് പറയാൻ വന്നത്, യാ ഹയ്യു യാ ഖയ്യൂം. അന്നങ്ങോട്ട് വയല് പറഞ്ഞിട്ട് ഈ വയലിന്റെ പോതി തീർന്നു പോയി എന്നത് ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞപ്പോൾ വലിയ സന്തോഷത്തോടുകൂടെ വിരാൻ ഉസ്താദ് വിളിച്ചപ്പോൾ ഞാൻ അവിടേക്ക് ആയതുകൊണ്ട് ഞാൻ വർത്താനല്ല, ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞു. ഞാൻ അത് വലിയ വയലായിട്ടൊന്നുമല്ല, പക്ഷെ അന്നത്തെ ആ ഒരു സന്തോഷം 4 മണിക്കൂർ തുടരെ യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല പേരോട് ഉസ്താദർക്കും നമ്മുടെ ആലിമീങ്ങൾക്ക് മുഴുവനും സുൽത്താനുൽ ഉലമ റഈസുൽ ഉലമ നമ്മുടെ ഉസ്താദ് ഖലീൽ തങ്ങൾ പാപ്പ എങ്ങനെ ഉറങ്ങി നമ്മുടെ മുഴുവൻ നേതൃത്വത്തിനും അല്ലാഹു ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടിന് വേണ്ടി എല്ലാവിധ കാര്യങ്ങളിലും സജീവമായി മുന്നിൽ നിൽക്കുന്ന, നമുക്ക് വേണ്ട എല്ലാ താങ്ങും തണലുമായ നമ്മുടെ വീരാൻ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തും റാഹത്തും ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.